അബ്രഹാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമാരെ സൗഖ്യമാക്കിയിട്ടില്ല, ഇസഹാക്കാരെ സൗഖ്യമാക്കിയിട്ടില്ല, യാക്കോബാരെ സൗഖ്യമാക്കിയിട്ടില്ല, യോസഫാരെ സൗഖ്യമാക്കിയിട്ടില്ല. ഇവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. എന്താ കാര്യം? ദൈവത്തെ അവർ വിശ്വസിച്ചപ്പോൾ, ദൈവത്തെ അവർ ആരാധിക്കാൻ തിരഞ്ഞെടുത്തപ്പോൾ, ദൈവത്തിന് ഒരു പ്രാധാന്യം കൊടുത്തപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് ദൈവം പ്രവേശിച്ചു, ഇവരുടെ കുടുംബത്തിലേക്ക് ദൈവം പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് ഞാൻ സന്തതിയെ തരും, നിനക്ക് ഞാൻ തലമുറയെ തരും. ആ തലമുറ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ കാലം നോക്കിക്കേ. അബ്രഹാം അനുഗ്രഹിക്കപ്പെടുകയാണ്. അബ്രഹാമിൽ നിന്ന് ദൈവം ഇസഹാക്കിനെ കൊടുത്തു. വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ എന്ത് ചെയ്തു? അബ്രഹാമിന് ദൈവം കൊടുത്തു. ഇസഹാക്കിൽ നിന്ന് നോക്കിക്കേ, അടുത്ത തലമുറ വരികയാണ്.